ഹലോ ഗൈസ്, എനിക്ക് കുറേ നെല്ലിക്ക കിട്ടി. അപ്പോൾ ഞാനെന്ത് തീരുമാനിച്ചെന്നറിയാമോ? ഒരു കിടിലൻ നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കിയാലോ. അപ്പോഴത്തേക്ക് പിള്ളേർക്ക് സ്കൂളിൽ കൊണ്ടുപോകാനും ഒരു കറിയായി. അപ്പോഴത്തേക്ക് ഞാൻ ഒട്ടും മടിക്കാതെ ഒരു ചൂടുകട്ടിയുള്ള ഒരു പാൻ എടുത്ത് എണ്ണ ഒഴിച്ച് അതിനകത്ത് കടുകിട്ട് പൊട്ടിച്ചു. കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എന്താ ചേർക്കുന്നതെന്ന് അറിയാമോ? ഉലുവ ചേർക്കുന്നു. ഉലുവായും കൂടി ഇട്ട് നല്ല പോലെ അങ്ങ് പൊട്ടിക്കാം. കടുകും ഉലുവയും പൊട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാമോ? കുറച്ച് പച്ചമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ല അടിപൊളിയായിട്ട് ഇതിനെ വഴറ്റിയെടുക്കും. അങ്ങനെ നല്ല പോലെ നമ്മൾ എണ്ണയിൽ വഴറ്റിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് എന്താണെന്നറിയാമോ? ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നു. ഇഞ്ചി വെളുത്തുള്ളി ഒന്നും പൊളിച്ച് വെച്ചിട്ടില്ല, അത് കാരണം നമ്മൾ സ്പീഡിൽ സമയമില്ലാത്ത സമയത്ത് ചെയ്യുമല്ലേ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അതിന് പകരം ആഡ് ചെയ്തത്. പിന്നെന്താ, മഞ്ഞപ്പൊടിയും പിന്നെന്താ കുറച്ച് ഏറെ മുളക് പൊടിയും കൂടി ഇട്ട് നല്ലോണം ഇതാക്കി വഴറ്റിയെടുത്തു. അത് കഴിഞ്ഞിട്ട് ശകലം വെള്ളവും കൂടെ ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നമ്മൾ കായപ്പൊടിയും കൂടെ ചേർത്ത് നല്ല ഒരു കൂട്ടുണ്ടാക്കി. അങ്ങനെ ആ കൂട്ട് നല്ല ചൂടായപ്പോഴത്തേക്ക് നമ്മളെന്താ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന നെല്ലിക്ക ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ നെല്ലിക്ക എങ്ങനെയാണ് ശരിയാക്കിയെന്നറിയാമോ? ഇത് നമ്മുടെ ഇഡലിത്തട്ടില്ലേ, അതിനകത്തിട്ട് നല്ലോണം ആവി കയറ്റി പുഴുങ്ങി സോഫ്റ്റാക്കി. എന്നിട്ട് അതിനകത്തെ കുരുവെല്ലാം ഞാൻ എടുത്ത് കളഞ്ഞു. എന്നിട്ട് നല്ല പ്രോപ്പറായിട്ട് കട്ട് ചെയ്ത് അടിപൊളിയാക്കി നെല്ലിക്കയാണ്. അപ്പോഴത്തേക്ക് കണ്ടില്ലേ, നമ്മുടെ നെല്ലിക്ക അച്ചാർ ഏകദേശം റെഡിയായി. ഇനി ഇതൊന്ന് തിളച്ചൊന്ന് കിട്ടിയാൽ മതി. കുറച്ച് നേരം ഒരു 5 മിനിറ്റോളം ഞാൻ അടുപ്പിലിട്ട് നല്ല പോലെ കുറുകി നല്ല ഒരു ചാറാക്കി എടുത്തു. അപ്പോഴത്തേക്കും രാത്രിയൊക്കെ ആയി. അപ്പോഴത്തേക്കും നെല്ലിക്ക നല്ലോണം ഇരുന്ന് തണുത്ത് കുറുകി നല്ല കംപ്ലീറ്റ് എൻ്റെ ചൂടും മാറി. അത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ല കഴുകി വൃത്തിയാക്കി ഒരു നനവും ഇല്ല നല്ല തുടച്ച് എടുത്ത കുപ്പിയിൽ നെല്ലിക്ക ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ സ്പീഡി നെല്ലിക്ക നല്ല മണവും ഒക്കെ വരുന്നുണ്ട്. ഞാൻ അപ്പോഴത്തേക്ക് നെല്ലിക്കൻ്റെ വായിൽ വെള്ളമൊക്കെ വരുന്നുണ്ട്. ചോറിനൊരു കറിയായില്ലേ. അപ്പോഴത്തേക്ക് ഇത് ചെയ്തിട്ട് വേണം അടുത്ത റീൽസ് ചെയ്യാനായിട്ട്. അപ്പോഴത്തേക്ക് അടിപൊളിയാക്കി നമ്മൾ കുപ്പിയിൽ ഇട്ട് സെറ്റാക്കി. അപ്പോഴത്തേക്ക് കിടിലൻ നെല്ലിക്ക അച്ചാർ റെഡിയായി.